അവരാണ് ഈ നാളെ നയിക്കുവാൻ പോകുന്നത്. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണ്, വലിയൊരു എനർജിയാണ്. ഈ കുട്ടികളെ എങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ട് നയിക്കണം എന്നുള്ളത് ആ കുട്ടികൾ വളരുന്ന വീടും ആ വീട്ടിലുള്ളവരുടെ അവരോടുള്ള സമീപനവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇവിടെ എനിക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് സ്വത്തുകൾ സമ്പാദിക്കുന്നതിന് പകരം നമ്മുടെ കുട്ടികൾക്ക് അനുഭവങ്ങൾ കൊടുക്കുവാൻ ശ്രമിക്കണം. പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. വീട്ടിൽ അച്ഛനമ്മമാര് ജീവിത ഭാരങ്ങളും താണ്ടി പല വഴിക്ക് പോകുമ്പോ അവരെല്ലാവരും പറയണു ഇതെല്ലാം ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോ മക്കളെ ജീവിതത്തിൽ ഓരോ വഴിക്ക് എത്തിക്കാൻ വേണ്ടി പെടാപ്പാടെടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോ അനുഭവങ്ങളില്ലാത്ത മക്കള്, സ്വത്തുക്കളുടെ പിറകെ പോയ അച്ഛനമ്മമാരുടെ മക്കള് ജീവിതത്തില് ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും ആത്മഹത്യ ചെയ്ത് ഈ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നുള്ള ഒരു മട്ടിലേക്ക് തല കുമ്പിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോ നമ്മൾ ഏവരും ചിന്തിക്കണം, നമ്മൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടിയിരുന്നത്? സ്വത്തോ അതോ അനുഭവങ്ങളോ? രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ നമ്മൾ സഹകരിക്കുവാൻ പഠിപ്പിക്കണം. സഹകരിക്കാൻ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പലപ്പോഴും സ്കൂളുകളിൽ പോലും നോക്കിയാൽ അറിയാം, എല്ലാവർക്കും സോളോ പെർഫോമൻസിനോടാണ് താല്പര്യം. ഒറ്റയ്ക്ക് എന്ത് ചെയ്ത് പ്രൈസ് വാങ്ങാൻ പറ്റും? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആർക്കും ഒരു ഗ്രൂപ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. പണ്ട് നമ്മൾ ഒരു തിരുവാതിര കളി നടത്തുമ്പോ, ഗ്രൂപ്പ് ഡാൻസ് നടത്തുമ്പോ ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് എന്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ തെറ്റുകൾ പോലും മറ്റുള്ളവർ മനസ്സിലാകാത്ത രീതിയിലായിരുന്നു. കാരണം ഞാൻ മാത്രം നന്നായി കളിച്ചിട്ട് കാര്യമില്ല, എന്റെ ഗ്രൂപ്പിലെ എല്ലാവരും കളിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ടീമിന് വിജയിക്കാൻ പറ്റൂ. ഇന്ന് ഗ്രൂപ്പായി ആർക്കും ഒന്നും വർക്ക് ചെയ്യാൻ വയ്യാണ്ട് ഞാൻ എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ജീവിതങ്ങളും ബന്ധങ്ങളും തകർന്നടിയുകയാണ്. മൂന്നാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹാനുവർത്തിത്വത്തോടുകൂടി ജീവിക്കുവാൻ മക്കളെ പഠിപ്പിക്കുക. എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടിക്ക് ഒരു ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു കുട്ടി വീട്ടിലേക്ക് വരുമ്പോ നമ്മൾ പറയുകയാണ്, ദേ അപ്പുറത്ത് നവം വരുന്നുണ്ട്, ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ നീ കഴിച്ചോ എന്നാണ് ഒരു പേരന്റ് പറയുന്നതെങ്കിൽ കാലങ്ങൾ കടന്നു പോകും. നമ്മുടെ മക്കൾക്ക് വയസ്സ് 35, നമുക്ക് വയസ്സ് 60. അന്ന് നമ്മുടെ മകനും അവന്റെ ഭാര്യയും കൂടി ഏതെങ്കിലും ഒരു കാര്യം ഒറ്റയ്ക്ക് വെച്ചിരുന്ന് സംസാരിക്കുമ്പോ എടുക്കുമ്പോ പ്രായമായ അച്ഛനും അമ്മയും അടുത്ത് വരുമ്പോ ആ മകൻ ഭാര്യയോട് പറയും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയും, അതെടുത്ത് മാറ്റി വെച്ചോ, ദേ അവര് വരുന്നുണ്ട്, കൊടുത്താ കൊല്ലത്തും കിട്ടും എന്നാ പറയണേ. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മള് സഹാനുഭൂതിത്വത്തോടു കൂടി ജീവിക്കുവാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. കാരണം നമുക്കറിയാം, നമ്മൾ ആർക്കും ഒന്നും ഷെയർ ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല. കാലം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞു സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരമ്മ ചോദിക്കുന്ന ചോദ്യം, മക്കളെ ചോറ് കഴിച്ചോ, നീ ഉച്ചക്കത്ത് തന്നുവിട്ട ഭക്ഷണം കഴിച്ചോ എന്നാണ്. എന്നാൽ ഒരു യഥാർത്ഥ അമ്മ ആരാണെന്ന് ചോദിച്ചാൽ, നിനക്ക് ഞാൻ തന്ന ഭക്ഷണം കഴിച്ചോ കുഞ്ഞെ എന്ന് ചോദിക്കുന്നതിന് പകരം, കുഞ്ഞെ നിന്റെ ക്ലാസ്സിൽ ഇന്ന് ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തതുണ്ടോ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരമ്മയായിരിക്കണം. നമ്മുടെയൊക്കെ ചിന്താഗതികൾ മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സ്വന്തം ജീവിതം വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളുടെ വാല്യൂസ് നഷ്ടപ്പെടുന്നിടത്ത് അടുത്ത തലമുറയുടെ വാല്യൂസും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കുക. ഈ സൗഹൃദ കൂട്ടായ്മ വരുന്ന ജനറേഷന് ഒരു മാതൃകയായി മാറട്ടെ. അതോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ കൂട്ടായ്മയിൽ 75 പേരിൽ തുടങ്ങി 85 പേരിലെത്തി. ഇനി അത് ഒരുപാട്